ഗോവയിലെത്തിയപ്പോഴേക്കും എല്ലാവരും ഏകദേശം നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ 10-35 മണിക്കൂർ ട്രെയിനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒരു വകയായി. എന്തോ ഒരു ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ റൂം കിട്ടി. അതും നമുക്ക് ബീച്ച് സൈഡ് തന്നെ കിട്ടിയേട്ടാ. ഇതാണ് നമ്മളെ റൂം. വേഗം റൂമിലെത്തി കുളിച്ച് ഫ്രഷ് ആയപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത്. നമ്മൾ പിന്നെ ഒറ്റയടിക്ക് നല്ല തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് നല്ല ചൂടുള്ള സ്ഥലത്തേക്ക് വന്നതിന്റെ എല്ലാം നമുക്ക് അറിയാനുണ്ടായിരുന്നു. എന്റെ പൊന്നേ, ചൂടൊരു രക്ഷയില്ല. ഒന്നാമത് ഗോവയിൽ നല്ല ചൂടാണല്ലോ. അതും നമ്മൾ പോയതാണെങ്കിലോ മാർച്ചില്, പിന്നെ പറയണ്ടല്ലോ. നല്ല വിശപ്പായതുകൊണ്ട് വേഗം പുറത്തുപോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നൈസായിട്ട് ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങി. എന്റെ പൊന്നേ, ചൂടൊരു രക്ഷയില്ല. ഞാൻ പിന്നെ അവിടെ എത്തിയ സ്ഥിതിക്ക് ഒരു ഗോവൻ ഡ്രസ്സൊക്കെ വാങ്ങി. എന്താ വെച്ചാൽ നമ്മളെ കയ്യിലുള്ളതൊക്കെ നല്ല കട്ടിയുള്ള ഡ്രസ്സായിരുന്നു. പിന്നെ പുറത്തുപോയി നൈസായിട്ട് ഒരു ഫിഷ് താലിയും കഴിച്ച് കുറച്ചു നേരം ബീച്ചിൽ അങ്ങനെ ഇരുന്ന്. ഈ സംഭവം കണ്ട ആൾക്കാർ പോകുന്നേ, ഇതിന്റെ താഴെ ബോട്ടിൽ ഒരു വലിച്ചു കൊണ്ടോന്നെയാണ്, അല്ലാണ്ട് സാധാരണ പാരച്ചൂട്ടല്ല കേട്ടാ. അങ്ങനെ കുറച്ചു നേരം ആ വെയിലിൽ നിന്ന് കരിഞ്ഞുണങ്ങി പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി. കൂടുതലും ഞങ്ങൾ റൂമിലായിരുന്നു കേട്ടാ. പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. അത്രേ ഉള്ളൂ.